ശ്രീ മണിയുടെ 61ാമത്തെ സിനിമയുടെ അയ്യർ ഇൻ പകിസ്ഥാൻ എന്ന സിനിമയുടെ പൂജ, അത് ഔപചാരികമായ അതിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. 60 സിനിമകൾക്ക് ഇതിനോടകം അത് നല്ല നേതൃത്വം കൊടുക്കാൻ സാധിച്ച ശ്രീ മണിക്ക് ഈ 61ാമത്തെ ഈ പടവും നല്ല നിലയിൽ എടുക്കാൻ സാധിക്കും എന്ന് നമുക്കൊക്കെ പൂർണ്ണ വിശ്വാസമുണ്ട്. സിനിമാ രംഗത്ത് മുഖ്യമായിട്ടുണ്ടായ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമമാണ് നടക്കുന്നത്. ഒരു കാലത്ത് സിനിമയ്ക്ക് വളരെയേറെ തിരിച്ചടികൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൽ നിന്ന് ഒരു തിരിച്ചുവരവാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു നല്ല അന്തരീക്ഷവും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് കാരണം സിനിമയെന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഒരു വിനോദമാണ്. കുറഞ്ഞ ചെലവിൽ കുടുംബസമേതം ഒരു വിനോദത്തിനുള്ള ഒരവസരമായിട്ട് ലഭിക്കുന്ന ഇത് നിശ്ചയമായും അത് പരമാവധി പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്. അതുകൊണ്ടാണ് സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന, സിനിമയിലെ കലാകാരന്മാരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ സാബു ചെറിയാൻ ഇവിടെ പറഞ്ഞതുപോലുള്ള 3 രൂപയുടെ ഒരു കളക്ഷൻ ഒരു ക്ഷേമനിധിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നതിനൊക്കെ തയ്യാറായിട്ടുള്ളത്. അതുപോലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അയ്യർ ഇൻ പകിസ്ഥാൻ എന്ന പുതിയ സിനിമയ്ക്ക് അത് എന്നെ നേതൃത്വം നൽകുന്ന ശ്രീ മണിക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.